ചെയ്യാൻ പോകുന്ന വീഡിയോസ് നമ്മൾ ബിഗിനിങ് ഒരു ഫുൾ കോണ്ടാക്ട് ഫൈറ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ വിൻ ചെയ്യിപ്പിക്കുക, അവർക്ക് ഒരു കോൺഫിഡൻസ് വരിക. നമ്മളിപ്പോ എത്ര ഫൈറ്റിന് പോയി എത്ര എക്സ്പീരിയൻസ് ആവുന്ന ആൾക്കാരല്ലാണ്ട് നമ്മൾ ഒരു ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് അതിന്റെ ഈ ഫുൾ കോണ്ടാക്ട് ഫൈറ്റ്, സ്പെഷ്യലി കൊയ്ക്കിഷിൻ, കിക്ക് ബോക്സിങ് അങ്ങനെയുള്ള ഫൈറ്റുകൾക്ക് പോകുമ്പോൾ കുറെ ആൾക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്താണ് ആ ഫുൾ കോണ്ടാക്ട് ഫൈറ്റിന്റെ ഒരു ഐഡിയ എന്താണ്? ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒപ്പോണൻസ് അവിടെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കൗട്ട് ആവുന്നത് എന്ന് കുട്ടികൾക്കും ചിലപ്പോൾ പഠിപ്പിക്കുന്ന സാറുമാർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ 1-2 ടൂർണമെന്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ അതായത് ഫെയിൽഡ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ടൂർണമെന്റ് ഇങ്ങനെയാണ്, ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൂർണമെന്റിന് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഫെയിൽഡ് ആവും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ കോണ്ടാക്ട് ഫൈറ്റിന് ഒരു തിയറിക്കലായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊയ്ക്കിഷിന്റെ ഫൈറ്റിന് പോകുമ്പോൾ കൊയ്ക്കിഷിന്റെ ഫൈറ്റിന് എപ്പോഴും നമ്മൾ ഇതുവരെയുള്ള പഞ്ചുകൾ മാത്രമാണ് അവർ റിസീവ് ചെയ്യുള്ളൂ. അതായത് പിന്നെ ഇവിടെ നമ്മുടെ കിക്കുകൾ മാത്രം കൂടുതലുണ്ടാവും. സ്നാപ്പ് കിക്ക്, ഫ്രണ്ട് കിക്ക്, ഹുക്ക് കിക്ക്, ഹാമർ കിക്ക്, ബാക്ക് കിക്ക്, പിന്നെ ഹുക്ക് കിക്ക്, ജമ്പിങ് ഫ്രണ്ട് കിക്ക്, എല്ലാ കിക്സും അവൈലബിൾ ആണ്. പക്ഷെ ടാപ്പ് കിക്ക്, അതായത് ടാപ്പ് ചെയ്യുന്ന ഈ കിക്ക് ഉണ്ടാവില്ല. അത് ചില ഫൈറ്റിന് ഉണ്ടാവില്ല. അത് കൊയ്ക്കിഷിന് സ്പെഷ്യല് ഇപ്പോൾ ദുബായിലൊക്കെ നടക്കുന്ന ടൂർണമെന്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന കിക്കുകൾ എന്താണ്, എത്രയും പെട്ടെന്ന് അവർക്ക് എങ്ങനെയാണ് പോയിന്റ് എടുക്കുന്നത്, നോക്കൗട്ട് ആക്കാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളൊരു ഫൈറ്റിന് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ മെത്തേഡുകളാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫൈറ്റർ ആവാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള സപ്പോർട്ടിനെല്ലാം താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ കൊയ്ക്കിഷൻ ഫൈറ്റിന് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് പൊസിഷൻ, അതായത് ഫൈറ്റിംഗ് സ്റ്റാൻസ് നമ്മൾ ഫസ്റ്റ് കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫൈറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുമ്പോൾ ഒരു വിഭാഗം എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ പിടിച്ചിട്ടേക്കുക. ഇങ്ങനെ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരിക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെസ്റ്റ് കവർ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ അതിന്റെ പൊസിഷൻ, ഫൈറ്റിങ്ങിന്റെ പൊസിഷൻ, അതായത് കൊയ്ക്കിഷിന്റെ ഇത് രീതി തന്നെ എങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ പൊസിഷൻ, മനസ്സിലായ? അപ്പോൾ നമ്മൾ ഇതേ പൊസിഷനിൽ നിർത്തിയിട്ട് കുറച്ചൊന്ന് ക്ലോസ് ചെയ്യിപ്പിക്കുക. കുട്ടികളെ കുറച്ച് ക്ലോസ് ചെയ്യിപ്പിക്കുക. ഈ കൈ ഈ ക്ലോസ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ല വെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല പവർ അല്ലാത്ത, അതായത് ബോഡി നമ്മൾ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പഞ്ച് കണ്ട, ഒരു പഞ്ച് കയറുമ്പോൾ കണ്ട, ഒരു പഞ്ച് നമ്മൾ ഇങ്ങനെ വൈഡായിട്ട് നിൽക്കും, ഒരു പഞ്ച് ഇതിൽ കിട്ടി കഴിഞ്ഞിട്ട് കണ്ട ഇങ്ങനെ കിട്ടിയ പിന്നെ ഫൈറ്റ് കഴിഞ്ഞു, മനസ്സിലായോ? അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കുറച്ച് നിർത്തി നമുക്ക് അവിടെ നിന്ന് ഒരു അടി വരുമ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്തു, റൈറ്റ് ഹാൻഡോട്ട് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിയിൽ നിന്ന് കുറച്ച് ഇതാക്കാം. പിന്നെ നമ്മൾ പിന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ചെല്ലാണ്ടിരിക്കുക, കുറച്ച് നമ്മുടെ ബോഡീനെ ക്ലോസ് ചെയ്യിപ്പിക്കുക, മനസ്സിലായോ? പിന്നെ ഫ്രണ്ടിലെ കാല് യൂസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ വേണം. ഫ്രണ്ടിലെ കാലം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെന്നായിരിക്കും. ഇപ്പൊ അവിടെ നമ്മൾ ഫൈറ്റർ വരുമ്പോൾ കയറി വരുമ്പോൾ കാണാം യൂസ് ചെയ്യുക. ഈ കാലം കൊണ്ട് മാഷ്കിരിയാണ് പഞ്ചു അതിന്റെ കൂടെ. അപ്പോൾ ഫ്രണ്ടിലെ കാലം കൊണ്ട് ഫ്രണ്ട് കിക്ക് കൊടുത്തു കണ്ടാ. അപ്പൊ ഈ കാല് നമുക്ക് ഫ്രീ ആണ്. ഫ്രീ ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് കണ്ടാ മൗഷ്കിരി നമ്മൾ കൊടുത്തോളാം. ഇനി ഈ ഫ്രണ്ടിലെ കാലിന് എടുത്തിട്ട് ഹാമർ കിക്ക് അടിക്കാം. ഇത് മാത്രം ചെയ്യിപ്പിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യിപ്പില്ല. കണ്ടാ പഞ്ച് പുഷ് ചെയ്തു കണ്ടാ. ഈ കാലുണ്ട് കണ്ടാ. അപ്പൊ നമുക്ക് ക്ലോസ് ഫൈറ്റിനും കയറാൻ പറ്റും. ക്ലോസ് ഫൈറ്റിന് നമ്മൾ കയറുകയാണെങ്കിൽ കണ്ടാ ഇങ്ങനെ വന്നു. അപ്പൊ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാല്
മസ്കലി കഴിഞ്ഞു. ഇനി ഹാമർ കിക്ക്. കേറി ഇത്ര മാത്രം ചെയ്യിപ്പിച്ചാൽ മതി. നമ്മൾ ആവശ്യമില്ലാത്ത കിക്കുകളോ അതും ഇതൊന്നും പഠിപ്പിക്കണ്ട. ബിഗിനേഴ്സ് വരുന്ന സ്റ്റുഡൻസിനെ ഇത്ര മാത്രം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. 1 2 3 1. ഈ കാലിവിടെ വെച്ച വശം അപ്പൊ റൈറ്റ് ലെഫ്റ്റ് കാല് ബാക്കിൽ വന്നു വശം വേണം. കണ്ടില്ലേ? ഒന്നുകൂടെ പഞ്ച് കാണിച്ചു തരണ്ട. ഇങ്ങനെ ട്രെയിനിങ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഡോജോയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു.